നൂറ്റാണ്ടുകൾക്ക് മുൻപ് കച്ചവടത്തിനായി അറബി നാട്ടിൽ നിന്ന് വ്യാപാരികൾ മലബാർ തീരത്തെത്തിയ കാലം. കടൽ കടന്നെത്തിയത് ഊതും ഈത്തപ്പഴവും പട്ടുവസ്ത്രങ്ങളും കഥകളും മാത്രമായിരുന്നില്ല. നാട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിന് കാണിക്ക വെക്കാൻ വിശിഷ്ടമായ ഒരു മധുരപലഹാരവും അവർ കൊണ്ടുവന്നു. രുചിച്ച ഉടൻ തന്നെ സാമൂതിരിക്ക് അതിനോട് പ്രത്യേക താല്പര്യം തോന്നി. അത് തന്റെ കൊട്ടാരത്തിൽ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അതിനായി ഗുജറാത്തിൽ നിന്ന് പ്രഗത്ഭരായ പാചകക്കാരെ എത്തിച്ചു. ചേരുവകളിൽ മാറ്റം വരുത്തി. അതിനു പകരം നാടിന്റെ രുചിയും ഗന്ധവും കൂടി ചേർന്നു. അങ്ങനെ കടൽ കടന്നെത്തിയ അറബികളുടെ മധുരം കോഴിക്കോടിന്റെ സ്വന്തം ഹൽവയായി. കുറച്ചു കാലം കൊണ്ട് തന്നെ ഹൽവയുടെ രുചി പരന്നു. നാട്ടുകാരുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഹൽവക്കടകൾ ചുറ്റുപാടും പടർന്നു. അതിനു ചുറ്റിലുമായി ഒരു തെരുവ് പിറവിയെടുത്തു. ആളുകൾ ആ തെരുവിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ് എന്ന് വിളിച്ചു തുടങ്ങി. ആ തെരുവ് കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടമായി വളർന്നു വന്നു. ഹൽവയുടെ കഥ ഈ തെരുവിന്റെ കഥയാണ്, ഈ നാടിന്റെ കഥയാണ്. ആ മധുരത്തിന്റെ കഥ പറയാൻ ഇനി ഞങ്ങളുമുണ്ടാവും.